നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നല്ല നാടൻ രുചിയിൽ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ആയിട്ടുള്ള പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാങ്ങ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുക, ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ. എന്നിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. മുറിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകരുത് കേട്ടോ. ആദ്യമേ തന്നെ കഴുകി തുടച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കനം കൂടുതലോ കനം കുറവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. മാങ്ങയുടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴാണ് നമുക്ക് ആ മാങ്ങാച്ചാറൊക്കെ നല്ല രുചിയിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുക. ഒരിക്കലും അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂറിനടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷമുള്ളതാണ്. നിങ്ങൾക്ക് രാവിലെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരമൊക്കെ വേണമെങ്കിൽ തയ്യാറാക്കി എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് കടുകാണ്, 1 ടീസ്പൂൺ എടുത്ത് കടുക് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള കടുകാണ് കേട്ടോ. ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഉലുവയുടെ അളവ് എന്ന് പറയുന്നതും 1 ടീസ്പൂൺ തന്നെയാണ്. 1 ടീസ്പൂൺ ഉലുവയും ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാകത്തിന് അതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ആ വെളിച്ചെണ്ണയും ചെയ്യാം. ഏറ്റവും നല്ലത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ എടുത്ത് കടുക് ഇട്ടിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലെ നല്ല വലിയ വെളുത്തുള്ളിയായിരുന്നു. അപ്പോൾ ഞാനതൊരു 6 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നെടുകെ കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 പച്ചമുളകും ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നിങ്ങളുടെ കയ്യിൽ ചെറിയതായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 10-12 എണ്ണം ഉപയോഗിക്കാവുന്നതാണ്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലോട്ടേക്ക് ഒരു തണ്ട് അളവിൽ കറിവേപ്പില, 1-2 തണ്ട് കറിവേപ്പില നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് രണ്ടും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് ചെറു തീയിലിട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളകും സാധാരണ മുളകും ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. നല്ല കളറായിട്ടൊക്കെ വേണമെന്നാണെങ്കിൽ പിരിയമുളകിൻ്റെ പൊടി കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. കാരണം മുളക് പൊടിയുടെ നന്നായിട്ട് ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ടേക്ക് നമ്മൾ വിനാഗിരിയാണ് ചേർക്കുന്നത്. വിനാഗിരിയുടെ അളവ് ഞാൻ 1/4 കപ്പ് വിനാഗിരി, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടും ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ചെയ്യുന്നില്ല. വിനാഗിരിയും എണ്ണയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പച്ചമാങ്ങ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. വിനാഗിരിയും നമ്മുടെ ആ ഒരു നല്ലെണ്ണയും മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ചൂടാറിയ ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്താക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.